Okay. Who is saying the story first today? ആരാണ് ആദ്യ സ്റ്റോറി പറയുന്നേ? അൻവിത. ഓക്കെ, നമുക്ക് ആദ്യം അൻവിതന്റെ സ്റ്റോറി കേൾക്കാവേ. ഒരു പാരറ്റും കാറ്റും ഒരു ദിവസം പാരറ്റ് നടക്കുമ്പോ പറന്നു പോകുന്നുണ്ടോ. അപ്പോൾ ഒരു വീട് കണ്ടു. അതില് വീട്ടിനുള്ളില് ഒരു പാത്രത്തില് പാല് പാരറ്റ് കുടിച്ചു. അപ്പോൾ പൂച്ച ഞാൻ സൂക്രം എന്നുവെച്ചാ തത്തേന്റെ വീട്ടില് കൂട്ടിയിട്ട് പോയി. അപ്പൊ നമ്മളെ കല്ല ഞാൻ ഇന്നെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനെ പിടിക്കാൻ പോകുമ്പോലെ മരത്തിൽ കയറുമ്പോ തേനീറ്റിന്റെ കൂടാണ്. അപ്പോള് കൂട്ടിന്റെ ഉള്ളിൽ തേനീറ്റിന്റെ കൂട്ടിലുണ്ടാകുമ്പോ പൂച്ച ഒറ്റ വീണു. തേനീറ്റ് കുത്തിട്ട് ഒറ്റ വീണു. നല്ല സ്റ്റോറി ആണല്ലോ. ഓക്കെ, താങ്ക് യു അൻവിത. ഉമർ ജഫർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. അൺമ്യൂട്ട് ആയില്ല. ആദ്യം മുതൽ പറ. പറ. അത് അൺമ്യൂട്ട് ആയല്ലോ. പിന്നെ മ്യൂട്ട് ആയല്ലോ. അൺമ്യൂട്ട് ആക്കിക്കേ. പറഞ്ഞോ. കഥകൾ പറയുന്നുണ്ടായിരുന്നു. കഥകൾ കേട്ടിട്ടോ അപ്പൊ വല ഇട്ട് ഒറ്റക്കനാറ്റം പിടിച്ചു. പറയേ. എന്നിട്ടോ എന്നിട്ട് കേരണ്ടി തിന്നാൻ കഴിഞ്ഞ സ്റ്റോറി കഴിഞ്ഞോ? ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഫാത്തിമ കുട്ടി അൺമ്യൂട്ട് പ്ലീസ്. പറയൂ. ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കുവായിരുന്നു. അപ്പോൾ ഒരു വീടിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു വെള്ളം ഉണ്ടായിരുന്നു. അത് കൊക്കുമ്പോൾ കിട്ടുന്നില്ല. കാക്ക പറഞ്ഞു. കല്ലിരുന്നിട്ട് അത് വെള്ളം പൊന്തി വന്നു കുടിച്ചിട്ട് പറഞ്ഞു. എന്നിട്ടോ കഴിഞ്ഞോ? കഥ കഴിഞ്ഞോ? പറന്നുപോയി. ഓക്കെ, നിതാഷയുടെ എന്താ ചെയ്യുന്നേ? എന്താ ഭയങ്കര വർക്കാൻ തോന്നല്ലോ നിതാഷ കുട്ടി. എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? മെഹന്തി ഇടുവാണോ? എന്താണ് ചെയ്തോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ഇന്ന് കഥയൊന്നും പറയുന്നില്ല. കഥ പറയാം.
പറയാം. എന്നാ പറഞ്ഞു. ഒരു മയിലുണ്ടായിരുന്നു. ആ മയില് വിചാരിക്കും എവിടെ കുഞ്ഞി മയിലില്ലേ വിചാരിക്കും. ആ മയിലും മറ്റേ വിചാരിക്കും എവിടെ പോയി വിചാരിക്കും. അന്നേരം മയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിനി. ആ തോട്ടുന്ന മയില് നോക്കുമ്പോ പറന്നു പോകുന്നുണ്ടായിരുന്നു. മയിൽ തട്ടി നടക്കുമ്പോ കുഞ്ഞിനെ കണ്ട് നോക്കുമ്പോ അച്ഛൻ കണ്ടിട്ട് ഞാൻ അത് ഇങ്ങനെ കൂട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കൊത്തി തന്നിട്ട് കൊറേ വലുതായിട്ട് കൂടെ പോയിട്ട് അമ്മ ദേവിനെ കണ്ടുപിടിച്ചു. ഓക്കെ, നല്ല സ്റ്റോറിയാന്നല്ലോ. ഇനി ആരെങ്കിലും സ്റ്റോറി പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി മിസ് ഒരു സ്റ്റോറി പറയാം. ഒരു ഹംഗ്രി ഫോക്സ് ഉണ്ടായിരുന്നു. ഹംഗ്രി ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വിശന്ന് വലഞ്ഞ ഒരു കുറുക്കൻ ഇങ്ങനെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഓക്കെ, ഹംഗ്രി ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ കൂടെ വിശന്ന് വലഞ്ഞ ഫോക്സ് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഓക്കെ, ആൻഡ് as it walked, അങ്ങനെ ഫോക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ, from the top of a tree he heard a melodious sound. ഒരു വലിയ മരത്തിന്റെ മുകളിൽ നിന്ന് ഈ ഫോക്സ് ഒരു നല്ല ശബ്ദം കേട്ടു. മനോഹരമായ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടു. And the fox came under that tree. ആ ഫോക്സ്, ആ കുറുക്കൻ എന്നിട്ട് ആ ട്രീയുടെ ചുവട്ടിൽ വന്നു. ആ പക്ഷി ഇരിക്കുന്ന ട്രീയുടെ ചുവട്ടില് ആ കുറുക്കൻ ഇങ്ങനെ വന്നു നിന്നു. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഡിയർ ബേർഡ് പ്ലീസ് കം ഡൗൺ. ആ പക്ഷിയോട് പറഞ്ഞു. ഓക്കെ, ആ പക്ഷി ഇങ്ങനെ കുറുക്കൻ കണ്ടപ്പോ ഉണ്ടല്ലോ, മരത്തിന്റെ മുകളിൽ ഇങ്ങനെ പക്ഷിയെ കണ്ടപ്പോ കുറുക്കൻ വിചാരിച്ചു, ഹാവ്, ഈ പക്ഷിയെ ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തിന്നായിരുന്നു. എന്റെ ഇന്നത്തെ ലഞ്ച് നല്ല സുഖമായേനെ, എന്റെ വിശപ്പെല്ലാം മാറിയെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ടൊരു സൂത്രം ഒപ്പിച്ചു. എന്താ പറഞ്ഞേ? ആൻഡ് ദ ഫോക്സ് ടോൾഡ് ദ ബേർഡ് ടു കം ഡൗൺ. ഫോക്സ് ബേർഡിനോട് പറഞ്ഞു, നിന്റെ പാട്ടൊക്കെ നല്ല മനോഹരമാണ്, നീ മരത്തിൽ നിന്ന് താഴോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ദ ബേർഡ് സെഡ് ഐ വോണ്ട് കം. ബേർഡ് പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല, നിന്റെ അടവല്ലേ എന്നെ നീ തിന്നും, അതിനു വേണ്ടിയിട്ടല്ലേ എന്നെ വിളിക്കുന്നേന്ന് പറഞ്ഞു. ദ ഫോക്സ് സെഡ്, അല്ല, there is a new rule in the forest. ഈ ഫോറസ്റ്റ് ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്, അത് നീ അറിഞ്ഞില്ലേ? ഒരു ആനിമലും മറ്റൊന്നിനെ ഭക്ഷിക്കാൻ പാടില്ല എന്ന പുതിയ നിയമം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു മൃഗവും വേറൊരു മൃഗത്തെയോ അല്ലെ പക്ഷിയെയോ ഒന്നും പിടിച്ചു ഭക്ഷിക്കാൻ പാടില്ല എന്ന ഒരു പുതിയ നിയമം നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്, അത് നീ അറിഞ്ഞില്ലേ എന്ന് ഫോക്സ് ബേർഡിനോട് ചോദിച്ചു. The bird understood that it was a trick of the fox. ബേർഡ് എന്താണ്? ബേർഡ് നല്ല ബുദ്ധിമതിയായ ബേർഡ് ആയിരുന്നു. ബേർഡിന് മനസ്സിലായി ഇത് ഈ ഫോക്സിന്റെ ഒരു ട്രിക്ക് ആണെന്ന് മനസ്സിലായി. And the fox was compelling the bird to come down. ഫോക്സ് ഇങ്ങനെ ബേർഡിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, നീ താഴോട്ട് വാ, നമുക്ക് ഒന്നിച്ച് കാട്ടിലൂടെ നടന്ന് പോകാം, കുറെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്, നമുക്ക് ഒന്നിച്ച് പോയി കാണാന്നല്ലേ ഇങ്ങനെ പറഞ്ഞു. And then the fox said, if you come down I will give you a gift. അപ്പൊ ഫോക്സ് പറഞ്ഞ ബേർഡിനോട്, നീ താഴെ ഇറങ്ങി വന്നാൽ ഞാൻ നിനക്ക് ഒരു സമ്മാനം തരുന്നുണ്ട്, താഴോട്ട് വാ, വരുവാണെങ്കിൽ ഒരു നല്ല സമ്മാനം നിനക്ക് തരാന്ന് പറഞ്ഞു. The bird said, I don't want your gift. ബേർഡ് പറഞ്ഞു, എനിക്ക് നിന്റെ സമ്മാനം ഒന്നും വേണ്ട, ഞാൻ ഈ മരത്തിന്റെ മുകളിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഫോക്സ് തിരിച്ചു പോകുന്നേ ഇല്ല, ബേർഡിനെ കമ്പൽ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ പെട്ടെന്ന് ബേർഡ് പറഞ്ഞു, ഓ, പുതിയ നിയമം വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കുമല്ലേ നീ എന്റെ ഈ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്? അവിടുന്ന് കുറെ ഹണ്ടിങ് ഡോഗ്, വേട്ടയ്ക്ക് വരുന്ന കുറെ പട്ടികള് ഓടി വരുന്നുണ്ട്. അപ്പൊ നീ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവരും നിയമം അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല, നീ ഇവിടെ നിന്നോന്ന് ബേർഡ് പറഞ്ഞു. അത് കേട്ട മതി എന്താ സംഭവിച്ചേ? എന്താണ്? ഫോക്സ് റൺ അവേ ഫാസ്റ്റ്. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഫോക്സ് എന്ത് ചെയ്തു? ജീവനും കൊണ്ട് ഓടി. ഫോക്സ് ഒരു തട്ടിപ്പിട്ടതായിരുന്നു അല്ലേ, വെറുതെ പറഞ്ഞതാണ് ആ ബേർഡിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്.
ബേർഡിനെ ഒന്ന് പറ്റിച്ചതാണ്. ഫോറസ്റ്റിൽ ഇങ്ങനത്തെ നിയമമുണ്ട്, നീ താഴെ വന്നാൽ നിന്നെ ഒന്നും ചെയ്യില്ല, നീ താഴേക്ക് പോരെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ബേർഡിന് ആ ട്രിക്ക് മനസ്സിലായിട്ട് ബേർഡ് പറഞ്ഞു, ആ ഹണ്ടിങ് ഡോഗ്സിന്, ആ വേട്ടയ്ക്ക് വരുന്ന ആ പട്ടികൾക്കും ആ നിയമം അറിയായിരിക്കും, അതുകൊണ്ട് അവർ നിന്നെ ഒന്നും ചെയ്യത്തില്ല, നീ അവിടെ നിന്നോന്ന് പറഞ്ഞു. അപ്പോ എന്ത് സംഭവിച്ചേ? ഫോക്സ് ഓടി രക്ഷപ്പെട്ടു അല്ലേ? കാരണം എന്താ? ഫോക്സ് നുണയാണ് ബേർഡിനോട് പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് ഫോക്സ് ഓടി രക്ഷപ്പെട്ടു. അപ്പോ അങ്ങനെ നുണ പറഞ്ഞ് നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല. ഓക്കെ, സ്റ്റോറി ഇഷ്ടായോ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. ഇന്ന് ആരൊക്കെ ക്ലാസ്സിലല്ലേ? ഫാത്തിമ സിദ്ദീഖ് മിസ് ഇന്ന് അറ്റൻഡൻസ് ഇട്ടോട്ടെ. ഫാത്തിമ സിദ്ദീഖ് ഉണ്ട്, നിതാഷ ഉണ്ട്, അൻവിത പ്രജീഷ് ഉണ്ട്, ഉമർ ജഫർ ഉണ്ട്, ഇത്രേ ഉള്ളൂ അല്ലേ? ഇന്ന് ഷാനി ഒന്നും വന്നിട്ടേ ഇല്ലല്ലോ ക്ലാസ്സില്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് നിതാഷക്കുട്ടി പറയുന്നത്? എന്തോ പറയുന്നുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഞാൻ പാട്ട് പാടാ. പാട്ട് പാടും. വലിയ വീടുണ്ടായിരുന്നു. വീട് വലിയ കണ്ണില്ലാത്ത വീടാണ്. വലിയ ഫോട്ടോ വിചാരിച്ചു നമുക്ക് കട്ടോണ്ട് പോവാ, കുഞ്ഞിന്റെ കട്ടോണ്ട് പോവാ വിചാരിച്ചിട്ട് കുപ്പയെല്ലാം കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയിട്ട് എല്ലാരും വരുമ്പോ ഒന്നുമില്ല. അന്നേരം ചിലപ്പം എന്തെങ്കിലും കൊണ്ടുവന്ന് പോയോ വിചാരിച്ചിട്ട് നോക്കുമ്പോ ഫോസെല്ലാം കടിച്ചു തിന്നു വീടെല്ലാം. എന്നിട്ട് പോലീസിനെ വിളിച്ചിട്ട് അതെന്നാ സാധനം പറഞ്ഞിട്ട് വലിയ മരവില്ലാത്ത സാധനമാണ്, വലിയ കുറുക്കനാണ്. കുറുക്കനെല്ലാം തേങ്ങയെല്ലാം പൊട്ടിച്ച് വീടെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് ഫോസിനെ കളഞ്ഞു, കുറച്ച് കടൽ ചുറ്റി. അതത്രേ ഉള്ളൂ. നല്ലതാന്നിട്ടാ. ഇതെന്താ ഉമ്മ ജഫറെ? ചാർജറും കൊണ്ടാ കളിക്കുന്നേ? അൻവിത കുട്ടി ഏതൊരു കുഞ്ഞുവാവനെല്ലാം മടി വെച്ചിരിക്കുന്നുണ്ടായല്ലോ. നിന്റെ അനിയത്തിയാ? അതെയോ? ആരൊരു പാട്ട് പാടുന്നേ? ഓക്കെ, ഉമർ ജഫർ ആദ്യം പാടും. എല്ലാരും പാടുന്നുണ്ടല്ലേ? ഉമർ ജഫർ പാടിയേ. മലയാളം റൈംസ് അറിയോ? ഏതെങ്കിലും മലയാളം റൈംസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല.
പാടുന്നുണ്ടോ? ഇല്ല. അൻവിത കുട്ടി അൺമ്യൂട്ട് ചെയ്യും. കിയാ കിയാ കുരുവിന കിയാ 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 കുരുവിന കിയാ കിയാ വെള്ളിമരമേ കുഞ്ഞിക്കിഴക്ക് വർഷക്കാലം ഇരുമോ ഞാനെല്ലാം വെള്ളിക്കിഴക്ക് കുഞ്ഞിക്കിഴക്ക് വർഷകാലത്ത് മേലക്ക് കൂടൊക്കെ ഇരുന്നില്ല ഞാൻ കുഞ്ഞിക്കിരി വർഷക്കാലത്ത് കൂട് വെക്കാൻ മാമി അമ്മായി പഠിപ്പിച്ചെന്നതാ. അതെയോ? നല്ല പാട്ടാന്നല്ലോ. ഇനി ആരാ പാടുന്നേ? നിതാഷ കുട്ടി പാടുന്നുണ്ടോ? പാടിക്കാം. അമ്പലി പൊഞ്ചിരി തോവന്ന് വെള്ളി വിളിച്ചമ്പിരതൊന്നു ആനൻ നോക്കി നടക്കുമ്പോ അമ്പലി കൂടെ പോരുന്നു. നല്ല പാട്ടാന്നല്ലോ. താങ്ക് യു മിസ്. വെൽക്കം. എന്താ മോളെ അൺമ്യൂട്ട് ചെയ്തേ? കേട്ടില്ല. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്താര് തന്നേ? അതെയാ? നല്ല രസമുണ്ട്. എന്തേ? അമ്മ വാങ്ങിയതാണ്. അമ്മ വാങ്ങിയതാ? നല്ല ഭംഗിയുണ്ടല്ലോ. ഓക്കെ. ഫാത്തിമ കുട്ടി അൺമ്യൂട്ട് ചെയ്തേ. Thank you, Lord, for the very coffee. Thank you, Lord, for the Thank you, Lord, for the best happy. Thank you, Lord, for the everything. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സ്റ്റോറി എല്ലാവരും ഇനി പഠിച്ചിട്ട് വരണേ. നല്ല നല്ല പുതിയ സ്റ്റോറികൾ പഠിച്ചിട്ട് വരണേ. ഇപ്പൊ സ്റ്റോറി ഒന്നും നല്ലോണം പറയുന്നില്ലല്ലോ ആരും. ആദ്യം എല്ലാം സ്റ്റോറി പറഞ്ഞ് സമയം ഉണ്ടായിട്ടില്ല നമുക്ക്. ഇപ്പൊ ആർക്കും സ്റ്റോറി ഒന്നും ഇല്ലാണ്ടായാ? ഓക്കെ. ഉറക്കം വരുന്നുണ്ടാ? നിതാഷ ഉറങ്ങി. ഓക്കെ എന്നാല് ബൈ. അടുത്ത വീക്കില് കാണാട്ടാ. അൻവിത കുട്ടി സ്റ്റോറി എല്ലാം കഴിഞ്ഞില്ലോ? അടുന്തോ തിരക്കാന്ന്. മാല പൊട്ടിക്കലോ മാലയിടലോ എന്തോ പരിപാടിയാന്നാട് അൻവിത.